എല്ലാവർക്കും നമസ്കാരം. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് സിമ്പിൾ ആയിട്ട് ചെയ്യണം എന്നാണല്ലോ നമ്മുടെയൊക്കെ ആഗ്രഹം. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യണം എന്ന് നോക്കുമ്പോൾ അതിനും ഒരു സിമ്പിൾ പ്രോസസ്സ്, അതായത് സിമ്പിൾ എന്നുള്ളതിന്റെ SIMPLE, ഇതിനെ ഈ സ്റ്റെപ്പുകൾ വെച്ചിട്ട് നമുക്ക് ഒരു 6 സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഈ 6 സ്റ്റെപ്പ് പ്രോസസ്സ്, ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സിമ്പിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ആ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഏതൊക്കെയാണ് ആ മെത്തേഡ് എന്നറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. സിമ്പിൾ എന്ന പ്രോസസ്സിൽ ആദ്യത്തേത് എസ് വെച്ചിട്ട് സം ഇൻഷുർഡ്, അതായത് ആഡിക്വേറ്റ് സം ഇൻഷുർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് നമ്മൾ എത്ര രൂപ കവറേജ് നമുക്കോ നമ്മുടെ ഫാമിലിക്കോ വേണമെന്നുള്ളത് ഇപ്പൊ സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇപ്പൊ ചിലപ്പോൾ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും നമുക്ക്. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ലൈഫ് ലോങ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഫ്ലേഷൻ ഗ്രോ ചെയ്യുന്നത് 14% വെച്ചിട്ടാണ്. അതായത് ഇന്ന് ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപ ചെലവുള്ള ചികിത്സയ്ക്ക് ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്കും അത് 4 ലക്ഷം ആവും, 10 കൊല്ലം കഴിയുമ്പോൾ 8 ലക്ഷം ആവും. ആ ഒരു ചിന്താഗതിയും കൂടി നമുക്ക് സം ഇൻഷുർഡ് സെലക്ട് ചെയ്യുമ്പോൾ വേണം. അപ്പൊ സം ഇൻഷുർഡ് ഒന്നുകിൽ നല്ല ഹൈ സം ഇൻഷുർഡ് 10 ലാക്സ് അല്ലെങ്കിൽ 20 ലാക്സ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ സം ഇൻഷുർഡ് കൂടുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ 10 ലക്ഷം എടുത്തു, അത് 1 കോടി വരെ 10 കൊല്ലം കൊണ്ട് എത്തുന്ന പ്രൊഡക്റ്റുകൾ, 70 ലക്ഷം വരെ എത്തുന്ന പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നോക്കി സെലക്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു സെലക്ഷൻ പ്രോസസ്സിലെ സിമ്പിൾ സ്റ്റെപ്പിലെ ഫസ്റ്റ് എസ് ആഡിക്വേറ്റ് സം ഇൻഷുർഡ് എന്നുള്ളതാണ്. സിമ്പിൾ ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ഷനിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ്. അതിൽ ഇൻക്ലൂഷൻസ് എന്തൊക്കെ ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഈ പ്ലാനിൽ മാറ്റർണിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, OPD ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ മനസ്സിൽ വെക്കണം. വേണമെങ്കിൽ ഒരു സ്ഥലത്ത് എഴുതി വെക്കുകയും കൂടി ചെയ്യാം. നമ്മൾക്ക് പറഞ്ഞു തരുന്ന മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ അടുത്ത് നിന്ന് എന്തൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പൊ കൺസ്യൂമബിൾസ്, അതായത് 100% കിട്ടുമെന്ന് പറയുന്നതാണെങ്കിൽ അത് കൃത്യമായി എഴുതി വെക്കുക. നാളെ നമ്മൾ മറന്നുപോയാൽ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് മറക്കില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് വാട്സപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു പേപ്പറിൽ തന്നെ നമ്മൾ 10-20 പോയിന്റ്സ് ഉണ്ടാവും. ഈ പ്ലാനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ അത് എഴുതി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇൻക്ലൂഷൻസ് ആണ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ്. ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ഷൻ പ്രോസസ്സിലെ മൂന്നാമത്തെ സിമ്പിളിലെ എം എന്ന് വെച്ചാൽ മോഡേൺ ട്രീറ്റ്മെന്റ്സ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ ചില ഹോസ്പിറ്റൽസൊക്കെ 100% മോഡേൺ ട്രീറ്റ്മെന്റ്, റോബോട്ടിക് സർജറി അതൊക്കെ എക്വിപ്ഡ് ആയി. അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് മോഡേൺ ട്രീറ്റ്മെന്റ്സ് കവർ ചെയ്യുന്നുണ്ടോ? ഒരുപാട് മോഡേൺ ട്രീറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ആ ട്രീറ്റ്മെന്റ്സ് കവർ ചെയ്യുന്നതാണോ, മോഡേൺ ട്രീറ്റ്മെന്റ്സ് മുഴുവൻ 100% കവർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നാളെ നമ്മൾ ഇന്നല്ലെങ്കിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞ് പോകുമ്പോൾ ഒരുവിധം എല്ലാ ഹോസ്പിറ്റലും മോഡേൺ ട്രീറ്റ്മെന്റ് ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ള പോളിസിയിൽ മോഡേൺ ട്രീറ്റ്മെന്റ് കവർ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് അങ്ങനെ ചിലപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല നല്ല ഹോസ്പിറ്റലുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന്. അതുകൊണ്ട് മോഡേൺ ട്രീറ്റ്മെന്റ്സ് 100% കവർ ചെയ്യുന്ന പോളിസീസ് ഇനി തൊട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് പഴയ പോളിസീസ് ആണെങ്കിൽ മോഡേൺ ട്രീറ്റ്മെന്റ്സ് ഉള്ള പ്ലാനുകളിലേക്ക് പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി സിമ്പിൾ പ്രോസസ് ഓഫ് സെലക്ടിങ് ഹെൽത്ത് ഇൻഷുറൻസിലെ നാലാമത്തെ സ്റ്റെപ്പ് SIMP ആണ്. അത് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ നമ്മളോ നമ്മുടെ ഫാമിലിയിൽ എടുക്കുന്ന ആളുകൾക്കോ മുന്നേ ഉണ്ടായിട്ടുള്ള കണ്ടീഷൻസ്, എന്തൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചിലവർ ഇപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട്, 20 കൊല്ലം മുമ്പ് ഒരു സർജറി ഉണ്ടായിട്ടുണ്ടോ, അത് കാണിക്കണോ, എല്ലാം. അതായത് എന്തെങ്കിലും കാണിക്കണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ല. നിങ്ങൾക്ക് തോന്നുന്ന, അതായത് ഇടയ്ക്ക് ഒരു നെഞ്ചുവേദന വരാറുണ്ട് എന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി സ്പേസോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടോ എന്നുള്ള കാര്യമുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് വേഗം കിട്ടാൻ വേണ്ടി പറയാതെയൊക്കെ എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. പക്ഷെ നാളെ ഒരു കണ്ടീഷൻ ഉണ്ടായി ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇത് പച്ചയായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ ഡോക്ടർ എഴുതുന്ന റിപ്പോർട്ടും ഈ നമ്മൾ കൊടുക്കുന്ന ഈ പോളിസിയുടെ ഇതിന്റെ അപ്ലിക്കേഷൻ ഫോമും തമ്മിലാണ് ഇൻഷുറൻസ് കമ്പനിയിലെ അണ്ടർറൈറ്റേഴ്സ് ഒത്തുനോക്കുക. അപ്പോൾ മിസ്മാച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ക്ലെയിം റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കുള്ള എല്ലാ കണ്ടീഷൻസും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തായാലും ശ്രദ്ധിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് ഇനി സിമ്പിൾ വേസ് ടു സെലക്ട് ഹെൽത്ത് ഇൻഷുറൻസിലെ അഞ്ചാമത്തെ സ്റ്റെപ്പ് SIMPL ആണ്.
ലോങ് ടെന്യൂർ പോളിസി എടുക്കുക. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയുന്നു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം കൂടുന്നു എന്നുള്ളത്. അതിന് ഒരു മാർഗമേ ഉള്ളൂ. ഒന്ന്, അതായത് മുഴുവനായിട്ട് ഒന്ന് കുറയ്ക്കാൻ പറ്റില്ലെങ്കിലും ഒരു 3 കൊല്ലത്തേക്ക് അതിന്റെ വില കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയും ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. അതായത് 3 കൊല്ലത്തെ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുമ്പോൾ പ്രീമിയം അടുത്ത 2 കൊല്ലത്തെ കൂടുകയും ചെയ്യില്ല. ഒരു 10-15% പ്രീമിയം ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ്. അത് എന്തായാലും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പുതുക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ലോങ് ടെന്യൂർ പോളിസി എടുക്കുന്നത് നമുക്ക് നല്ലൊരു കമ്പനിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ലോങ് ടെന്യൂർ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിലെ ബെസ്റ്റ് പോളിസി സെലക്ട് ചെയ്തതിനു ശേഷം ലോങ് ടേം പോളിസി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലക്കയറ്റം ഒരു പരിധി വരെ, അതായത് പിന്നെയും 3 കൊല്ലം കഴിഞ്ഞാൽ കൂടും, പക്ഷേ എങ്കിൽ പോലും ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്, അതായത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസിലെ മാത്രമല്ല, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും എക്സ്ക്ലൂഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് എന്തൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ 99 ഉണ്ടാവും, ചിലപ്പോൾ 2-3 എക്സ്ക്ലൂഷൻസ് മനസ്സിലാക്കി ഇതൊന്നും ഉൾപ്പെടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഉൾപ്പെടും എന്നുള്ളതാണല്ലോ. അപ്പോൾ ഏത് കാര്യവും ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽക്കോട്ടെ, എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും എന്തൊരു സർവീസ് ആണെങ്കിലും നമ്മൾ ചോദിക്കേണ്ടത് ഇതിൽ എന്തൊക്കെ ഉൾപ്പെടില്ല. അതാണ് എപ്പോഴും ഒരു കസ്റ്റമർ അറിയേണ്ട ഒരു കാര്യം. ഇൻക്ലൂഷൻസ് ആണ് എപ്പോഴും സെയിൽസ്മാൻ പറഞ്ഞു തരിക, പക്ഷെ കസ്റ്റമർ എപ്പോഴും ചോദിക്കേണ്ടത് എക്സ്ക്ലൂഷൻ, ഇതിൽ എന്തൊക്കെ ഉൾപ്പെടില്ല. ഹെൽത്ത് ഇൻഷുറൻസ് ഒരു പോളിസി എടുക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ കിട്ടില്ല. അതായത് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൽ ഇപ്പൊ പറയുന്ന പോലെ ആദ്യത്തെ 30 ദിവസം ഹോസ്പിറ്റലൈസേഷൻ കിട്ടില്ല, ആക്സിഡന്റ് മാത്രമേ കിട്ടുള്ളൂ. ഫസ്റ്റ് 2 years സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് 19 അസുഖങ്ങൾക്ക്. 3 കൊല്ലം ചിലപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ഇതിൽ നമുക്ക് ഡെന്റൽ ട്രീറ്റ്മെന്റ് കിട്ടില്ല, അല്ലെങ്കിൽ ഇതിൽ നമുക്ക് പ്ലാസ്റ്റിക് സർജറി, സൗന്ദര്യവർദ്ധക ഇതിന് കിട്ടില്ല. എന്തെങ്കിലും ഡ്രഗിന്റെ അഡിക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ആക്സിഡന്റ് പറ്റിയ കിട്ടില്ല. അങ്ങനെ ഒരു 10-20 പോയിന്റ്സ് ഉണ്ടാവും. എന്തൊക്കെ കിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി എഴുതി വെക്കാൻ, അതും ഇൻക്ലൂഷൻസ് പോലെ എഴുതി വെക്കാൻ. ഇതായിരിക്കും കൂടുതൽ നല്ലത്. ഇതൊക്കെ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ ബാക്കിയൊക്കെ കിട്ടും എന്നർത്ഥം. അപ്പൊ ഇത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റോ ഏതൊരു സർവീസോ മേടിക്കുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ്, അത് എന്തൊക്കെ കിട്ടില്ല, ഇതിൽ എന്തൊക്കെ ഉൾപ്പെടില്ല എന്നുള്ളത് കൃത്യമായി. നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരു ടൂർ പ്രോഗ്രാം പോവുകയാണ്. ടൂർ പ്രോഗ്രാം അതായത് നമ്മൾ ഒരു ട്രാവൽ ഏജൻസിയുടെ കൂടെ പോവുകയാണ്, എന്തൊക്കെ ഇതിൽ ഉൾപ്പെടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഉൾപ്പെടില്ലെങ്കിൽ ബാക്കിയൊക്കെ ഉൾപ്പെടും എന്നർത്ഥം. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ. ഹെൽത്ത് ഇൻഷുറൻസിലായാലും ഏതൊരു മേഖലയായാലും എക്സ്ക്ലൂഷൻ. അതുകൊണ്ട് ഇതിലെ സിമ്പിൾ സ്റ്റെപ്പിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ എക്സ്ക്ലൂഷൻ എന്നുള്ള സ്റ്റെപ്പാണ്. പലരും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണ്. എല്ലാവരും ഇൻക്ലൂഷൻസ് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് ചോദിക്കാനാണ് ശ്രദ്ധിക്കാറുള്ളത്. പക്ഷെ എന്തൊക്കെ ഉൾപ്പെടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ 10-20 കൊല്ലമായിട്ട് ഈ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോൾ തോന്നുന്നത് ഈ എക്സ്ക്ലൂഷൻ സ്റ്റെപ്പാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സിമ്പിൾ വേസ് ടു പർച്ചേസ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എനിക്കറിയാവുന്ന കുറെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇതിൽ കാണുന്ന വാട്സപ്പിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.